ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പാർട്ടിക്ക് അവൻ വിളിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനെ അതിന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങുന്നതാണ്. പോകുമ്പോൾ വെറുതെ എവിടെ പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം. അങ്ങനെ എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് ആലോചിച്ച് പണ്ടാറടങ്ങിയിരുന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. സംഗതി പിടി കിട്ടി. അവരിടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഫ്രെയിമിനെ കുറിച്ച്. പിന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നതും അതേപോലെ എന്തെങ്കിലും ബന്ധപ്പെട്ടതായിരിക്കണമല്ലോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഹോസ്പിറ്റൽ അല്ലാതെ മറ്റൊരിടത്തേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. ഒട്ടുമിക്കവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അവസാനം ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഫോട്ടോ ഫ്രെയിം അങ്ങനെ ഇട്ടു. ഇത്രയും നേരം അകത്തിരുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവനെ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് വെളുത്ത പോലെ തോന്നുന്നുണ്ട്. തോന്നലായിരിക്കും. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ഫോട്ടോ ഫ്രെയിം അങ്ങനെ ഇറങ്ങി. ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ എഡിറ്റ് ചെയ്ത് അയച്ചുകൊണ്ട് തന്നെ അവരിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിം. ഇനി ഞാൻ പോയി വാങ്ങിച്ചാൽ മാത്രം മതി. പക്ഷെ ഞാൻ ഈ ഫോട്ടോ ഫ്രെയിം അങ്ങനെ എന്തിനാ ഫാമിലി ആയിട്ട് പോകുന്നത്? സാധനവും കൈ കിട്ടി. ഇതാണ് സാധനം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതല്ലാതെ ഞാൻ എന്ത് ഗിഫ്റ്റ് അവന് കൊടുക്കും? അങ്ങനെ അത് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ തന്നെ സാധനം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തന്നെ ഗിഫ്റ്റ് റാപ്പും ചെയ്ത് വാങ്ങും. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, അവൻ നല്ല രീതിയിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അനിയത്തി അവൻ വിളിച്ചിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക്. അപ്പോൾ പിന്നെ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അങ്ങനെ അവർക്ക് വേണ്ട ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു. അങ്ങനെ അതും പാക്ക് ചെയ്ത് വാങ്ങിച്ച് ഞാൻ പുറത്തിറങ്ങി. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഇവിടെ നിർത്തി അവർക്ക് ഒരു കരിക്കും വാങ്ങിച്ചു. കരിക്ക് കുടിച്ചത് പോരാഞ്ഞിട്ട് അപ്പോൾ തോന്നി അവർക്ക് വട കഴിക്കണമെന്ന്. പിന്നെ ഒരു വടയും. അങ്ങനെ ആ വട കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടെത്തി. ഇതാണ് ബർത്ത്ഡേ കേക്ക്. ഇവനെ കണ്ട ആളുകളുടെ ഇടയിൽ കൂടെ പോകുന്നത്. ഇത് ഇന്ന് ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് ഒന്നും അല്ല. ഇവനാണ് ബർത്ത്ഡേ ബോയുടെ അച്ഛൻ. അവൻ എന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചപ്പോൾ ഞാൻ സന്തോഷം. പക്ഷെ അതിന് പുറകിൽ അവനൊരു പണി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് പണി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവരെ വിളിച്ചേർത്ത് ഗിഫ്റ്റും കൊടുത്തു. ഗിഫ്റ്റ് എന്താണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. അറിഞ്ഞിരുന്നിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ, എന്തോ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് പോലെ. അങ്ങനെ അവരുടെ അഭിനയവും ഞങ്ങളുടെ അഭിനയം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു പരിപാടിയുണ്ട്. ക്രിസ്മസ് അല്ലേ, എന്നാൽ പിന്നെ ഈ പരിപാടിയും കൂടെ കണ്ടിട്ട് പോകുന്ന വെച്ചു. അങ്ങനെ ബർത്ത്ഡേക്ക് വന്ന് എല്ലാവരും കൂടെ പുറത്തിറങ്ങി വന്ന് ഈ പരിപാടി ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫോൺ വഴി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.